ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചുമ്മാ ഇരിക്കുമ്പോൾ വൈബ് മുത്തിട്ട് മൂന്നാർ പോയാലെന്ന് പറയുന്ന പോലെ ഞങ്ങളൊരു 3-4 പേര് വട്ടം കൂടി ഇരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു പീക്ക് ഡിസ്ട്രിക്റ്റ് പോയാലോ എന്ന്. UK അത്യാവശ്യം മൂന്നാർ വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് പീക്ക് ഡിസ്ട്രിക്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നുണ്ടായിരുന്നത്. പ്ലാൻ സെറ്റായ പിന്നെ വേറെ എന്തെങ്കിലും നോക്കാനുണ്ടോ? പിറ്റേന്ന് തന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ വിട്ടു പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക്. വിന്ററിൽ ഇങ്ങനെ ഒരു ട്രിപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം 4 മണിക്ക് സൂര്യൻ ടാറ്റ ബൈ ബൈ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഏകദേശം ഒന്ന് കത്തി തുടങ്ങിയത്. പച്ചപ്പോ ഹരിതാവും പ്രതീക്ഷമായി എനിക്ക് അസുഖത്തെ വെല്ലുന്ന മരക്കൊമ്പുകൾ കണ്ട് ആദ്യം നിരാശ തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ട് പോകെ അടിപൊളി സീനറീസ് ആയിരുന്നു. അങ്ങനെ ആദ്യം നമ്മൾ ഹോപ്പ് വാലിയിൽ ഇറങ്ങി. അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ എവിടെയോ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പകുതി വഴിക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് ആ വഴിയൊക്കെ കാറ് പോകുന്നത്. Oh my god, Kaka! അങ്ങനെ കായികാധ്വാനത്തിൽ ക്ഷീണിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് അടിപൊളിയായി ഫുഡ് കുക്ക് ചെയ്യാൻ എല്ലാവരും എന്നെ ഏൽപ്പിച്ചു. എൻ്റെ നേപ്പാളീസ് ആൻഡ് ഫിലിപ്പിയൻ കൂട്ടുകാർക്ക് എരിവും പുളിയൊപ്പും ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് എൻ്റെ ചിക്കൻ കറി ആൻഡ് റൈസ് അവരെന്തോ അമൃത് പോലെ കഴിച്ചു തീർത്തു. വിന്ററിൽ സൺറൈസ് കിട്ടാൻ കുറച്ച് പാടാണെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിലും രാവിലെ തന്നെ എണീറ്റ് സൂര്യൻ്റെ പുറകിന് ഓട്ടമായിരുന്നു. നല്ല മൂടാപ്പും എല്ലാം ആയതുകൊണ്ട് നമുക്ക് സൺറൈസും കിട്ടിയില്ല. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു ഫുൾ മൗണ്ടൈൻ സർക്കിൾ അടിക്കാൻ പോവാണ് ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ. കിൻഡസ്കോട്ട് വഴി മാംതോറിലേക്ക് ആണ് നമ്മുടെ റൗണ്ട് ട്രിപ്പ് എന്ന് വരുന്നത്. ഫുൾ ട്രക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എവിടെ പടച്ച് വീഴും എന്നറിയത്തില്ല. വീഴുന്നിടത്തു നമ്മൾ തിരിച്ചു വരും. പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാറ്റുകാരെ കുഴന്നു കുത്തി ഞാൻ വരക്കും. ഈശ്വരമേ, സൂര്യനെ കണ്ടു. എൻ്റെ അത്യാവശ്യം മൊത്തം പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ തണുത്ത് വരച്ച് മരവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും സൂര്യൻ്റെ പ്രസൻസ് കാരണം എവിടേക്കോ ജീവിച്ച് രക്ഷപ്പെട്ട് നമ്മളെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കൺട്രി സൈഡിലൂടെ ചുമ്മാ വാക്കിംഗ് ഒക്കെ നടത്തിയിട്ട് ഐസ്ക്രീം കഴിക്കാനുള്ള ഒടുക്കത്തെ കൊതിയിൽ ഈ തണുത്ത് വരച്ചിരിക്കുമ്പോൾ ഞാനൊരു സ്കൂപ്പ് ഐസ്ക്രീമും കഴിച്ച് സന്തോഷകരമായി ഞങ്ങൾ മടങ്ങി വരികയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾ റെഡിയാണോ? ഞാൻ പറയാൻ ഞാൻ എപ്പോഴേ റെഡി. അത് പിന്നെ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.